പലപ്പോഴും എല്ലാവരും ഒരു ഫിസിക്കൽ ഹെൽത്തിന് മാത്രം ഇമ്പോർട്ടൻ്റ് കൊടുത്ത് മെൻ്റൽ ഹെൽത്തിന് വേണ്ടി ടൈം കണ്ടുപിടിക്കാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാം പ്രയോറിറ്റിയാണ്. എസ്പെഷ്യലി അബ്രോഡ് ലൈഫിൽ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒരേപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ റൊട്ടീനായിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് വർക്കൗട്ടായ കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഒരു പ്രോപ്പർ മെഡിറ്റേഷൻ പ്രയർ ഏതെങ്കിലുമൊക്കെ ഒന്ന് കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റിനെ നന്നായി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു സ്റ്റേബിളായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഒരു എക്സസൈസ് റൊട്ടീൻ, അത് എത്ര ചെറുതാണെങ്കിലും അതൊന്ന് ഫോളോ ചെയ്യുക. ബോഡിയെ മാക്സിമം മൂവ് ചെയ്യാൻ വിടുക. അത് പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം ഹെൽപ്പ് ചെയ്യും. ഒരു പക്ഷേ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ജിമ്മിൽ ജോയിൻ ചെയ്യണം എന്നൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ പ്രയോറിറ്റിയാണ്. പക്ഷേ സ്റ്റേബിൾ ആകുക എന്നതാണ് ഈ ഒരു കാര്യത്തിൽ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇതിനൊപ്പം തന്നെ ഹെൽത്തി ഫുഡും പല സോഷ്യൽ കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് ഹാപ്പി ആയിട്ടും ടൈം എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മാക്സിമം പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇത് എബ്രോഡ് ലൈഫിൽ മാത്രമല്ല, നാട്ടിലുള്ളവർക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നാട്ടിലുള്ളവർക്ക് കുറച്ചും കൂടെ സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വളരെ കൂടുതലാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എബ്രോഡ് നിൽക്കുന്നവർക്ക് മേ ബി ഒരു വീട്ടിലാണെങ്കിൽ പോലും പരസ്പരം കണ്ടു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ലോൺനെസ് ടൈം കുറച്ചും കൂടെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. മാക്സിമം ഹാപ്പിയായി മുന്നോട്ട് പോവുക.